ലൈവ് ആരംഭിക്കാം. ആളുകൾ കയറി തുടങ്ങിയിട്ടുള്ളൂ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ബിസിനസ്സുകൾ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് ബിസിനസ്സുകൾ ലാഭകരമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ആക്ടിവിറ്റികൾ ചെയ്യാറുണ്ട് അല്ലേ? നമുക്കറിയാം ഇന്ന് റെസ്റ്റോറൻറ്റ് ബിസിനസ്സിന് അല്ലെങ്കിൽ ഫുഡ് ഓറിയൻറ്റഡ് ബിസിനസ്സുകൾ മുമ്പോട്ട് പോകുന്നത് എത്രത്തോളം സ്ട്രഗിൾ ചെയ്തുകൊണ്ടാണ് എന്നുള്ളത്. കാരണം ഇന്ന് പിന്നെ ഏറ്റവും വലിയ ബിഗസ്റ്റ് പ്രോബ്ലം ഇൻ ദിസ് അവർ റെസ്റ്റോറൻറ്റ് ബിസിനസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പറയാനുള്ളത് പ്രോഫിറ്റ് നേടിയെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രോബ്ലം ആയിട്ട് പറയാറുള്ളത്. ഈ പ്രോഫിറ്റബിലിറ്റിയെ നമുക്ക് പിന്നെ അനലൈസ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ ബിസിനസ്സിലുള്ള ഓരോ പ്രോസസ്സുകളെയും നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ നടന്നുകൊണ്ടിരുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രി അല്ല ഇപ്പോൾ നിലവിൽ നമ്മുടെ മുമ്പിലുള്ളത്. വളരെ വലിയ മാറ്റങ്ങൾക്ക് അത് വിധേയമായിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ തീരെ പഠിക്കാതിരിക്കുകയും നമ്മൾ മനസ്സിലാക്കാതിരിക്കുകയും നമ്മൾ റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിയിൽ നമ്മൾ 10-20 വർഷത്തെ നമ്മുടെ എക്സ്പീരിയൻസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോവുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ബിസിനസ്സിനെ നമുക്ക് ഇന്നത്തെ കാലത്ത് വളർത്തിയെടുക്കുക അല്ലെങ്കിൽ നിലനിർത്തുക എന്നുള്ളത് വലിയ പ്രയാസമായിട്ട് നമുക്ക് തോന്നും. നമ്മുടെ കമ്മ്യൂണിറ്റിയായ ബിസ് ബ്രാൻഡ് റെസ്റ്റോറൻറ്റ് കമ്മ്യൂണിറ്റിയിലെ ഓരോ മെമ്പേഴ്സും അവരുടേതായിട്ടുള്ള ഓരോ പ്രോബ്ലംസുകൾ ആ കമ്മ്യൂണിറ്റിയിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ മനസ്സിലാക്കിയിട്ടുള്ള യാഥാർത്ഥ്യം അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറായിട്ടില്ല. കാരണം ഒരു കാലത്ത് റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമുക്ക് വിശക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഇടമായിട്ട് മാത്രമായിരുന്നു അന്ന് റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രി വളർന്നു വന്നിരുന്നത്. അതിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന സർവീസിന് ഒരു തുച്ഛമായ ലാഭം നമ്മൾ നേടിക്കൊണ്ട് നമ്മൾ ആ ഇൻഡസ്ട്രിയെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റം ആയിരുന്നു അന്ന് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് ഈ ഗ്ലോബലൈസേഷന്റെ കാലത്ത് റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രി ആകപ്പാടെ മാറ്റങ്ങൾക്ക് വിധേയമായി. എല്ലാ ബിസിനസ്സും മാറ്റങ്ങൾക്ക് വിധേയമായതോടൊപ്പം തന്നെ നമ്മുടെ റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിയും വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ഇത് നമ്മൾ പല സമയങ്ങളിലും നമ്മൾ തിരിച്ചറിയാതെ പോകുന്നുണ്ട്. കാരണം നമ്മളൊരു മെനു സെലക്ട് ചെയ്യുന്നതിലായാലും നമ്മുടെ ജീവനക്കാരെ സെലക്ട് ചെയ്യുന്നതിലായാലും നമ്മുടെ ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്നതിലായാലും നമ്മുടെ ഡൈനിങ് അതേപോലെയുള്ള നമ്മുടെ കിച്ചണുകളൊക്കെ സെറ്റ് ചെയ്യുന്ന രീതികളിലായാലും ഒന്നും നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് വരുന്നില്ല എന്നുള്ളത് വലിയ ഒരു പ്രയാസം നമ്മുടെ ബിസിനസ്സിൽ സൃഷ്ടിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് നമ്മളെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. നമ്മൾ പറയുന്ന പല കാരണങ്ങളും അതിന്റെ റൂട്ട് കോസുകളെ നമ്മൾ തിരഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് ഈ പറയുന്ന ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിൽ അധിഷ്ഠിതമായിരിക്കും ആ ഒരു പ്രശ്നം നിലനിൽക്കുന്നത്. നമ്മുടെ ജീവനക്കാരെ നമ്മുടെ ബിസിനസ്സിൽ നല്ല സ്കിൽഡ് ആയിട്ടുള്ള ജീവനക്കാരെ നമ്മുടെ ബിസിനസ്സിലേക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് കാരണം നമ്മൾ ആ സ്കിൽഡ് ആയിട്ടുള്ള ജീവനക്കാരെ കണ്ടെത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ന്യൂ സ്ട്രാറ്റജികൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ബിസിനസ്സിലേക്ക് കൂടുതൽ കസ്റ്റമറെ നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിൽ നല്ല ഉൽപ്പന്നങ്ങളാണ് ഞാൻ കൊടുക്കുന്നത്, നല്ല വിഭവങ്ങളാണ് ഞാൻ കൊടുക്കുന്നത്, എല്ലാവരും കൊടുക്കുന്നതിനേക്കാൾ നല്ല ബെസ്റ്റ് ക്വാളിറ്റിയിലാണ് ഞാൻ കൊടുക്കുന്നത്, ക്വാളിറ്റി ആളുകൾ പറയാം അല്ലെ. നമ്മളിപ്പോ എല്ലാവരും റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്ന ആളുകളാണ്. നമ്മൾ എന്താ പറയാറുള്ളത്? എൻ്റെ ബെസ്റ്റ് ക്വാളിറ്റിയിലാണ് ഞാൻ കൊടുക്കുന്നത്, എൻ്റെ ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ ഞാൻ തയ്യാറല്ല എന്നൊക്കെ പറയും. പക്ഷേ ഈ ക്വാളിറ്റി തീരുമാനിക്കുന്നത് ആരാ? നമ്മുടെ ഉപഭോക്താക്കളാണ് ക്വാളിറ്റി തീരുമാനിക്കുന്നത്. ഞാനും നിങ്ങളുമായിട്ടുള്ള റെസ്റ്റോറൻറ്റ് ഉടമയല്ല ക്വാളിറ്റി തീരുമാനിക്കപ്പെടുന്നത്. അവര് കഴിച്ച് അവരാണ് ആ ക്വാളിറ്റിയെ മെഷർ ചെയ്യുന്നതും തീരുമാനിക്കപ്പെടുന്നതും. അപ്പോൾ ഈ ഉപഭോക്താവിനെ സാറ്റിസ്ഫൈഡ് ആക്കാൻ അല്ലെങ്കിൽ ഉപഭോക്താവിനെ നമ്മുടെ ബിസിനസ്സിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ടൂളുകൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. മാർക്കറ്റിംഗ് ടൂളുകൾ, ബ്രാൻഡിങ് ടൂളുകൾ, ഇതിനാവശ്യമായിട്ടുള്ള സ്ട്രാറ്റജികളൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇംപ്ലിമെന്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു ടൂളാണ് സൈനേജുകൾ. നമ്മുടെ ബിസിനസ്സിലേക്ക് വോക്ക് ഇൻ ആയിട്ട് ഉള്ള കസ്റ്റമേഴ്സിനെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യപ്പെടുന്നത് സൈനേജുകളാണ്. നമുക്കറിയാം നമ്മുടെ ഷോപ്പുകൾക്കൊക്കെ നമ്മൾ സൈനേജ് വെക്കാറുണ്ട് അല്ലെ. സൈൻ ബോർഡ് നമ്മൾ വലുതായിട്ട് വെക്കാറുണ്ട് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സൈൻ ബോർഡ് വെക്കുന്നത്? ഒരു ചോദ്യമാണ്. എന്തിനു വേണ്ടി നമ്മൾ ഈ സൈൻ ബോർഡ് വെക്കുന്നു? ഈ ചോദ്യത്തിന് നമുക്ക് കൃത്യമായിട്ടൊരു ഉത്തരം ഉണ്ടായിരിക്കണം. കാരണം സൈൻ ബോർഡ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു പേര്, ഒരു ബ്രാൻഡ് ആളുകൾക്ക് പകർന്നു കൊടുക്കാനോ അല്ലെങ്കിൽ ഇതൊരു റെസ്റ്റോറന്റ് ആണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാനോ മാത്രമാണ് ഇന്ന് 90% ബിസിനസ്സുകളും ഇത്തരത്തിൽ സൈൻ ബോർഡുകൾ ഉപയോഗിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റ് ചെയ്യാം. സൈൻ ബോർഡുകൾ ഇന്ന് ഭൂരിഭാഗവും ആ ബ്രാൻഡിന്റെ നെയിമും ഇതെന്ത് ബിസിനസ്സാണ്, കഫേ ആണോ റെസ്റ്റോറന്റ് ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബേക്കറി, ഇങ്ങനെയുള്ള എന്താണോ അതിനെ ഒന്ന് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് സൈൻ ബോർഡുകൾ യൂസ് ചെയ്യുന്നത്. ഇത് അത്രത്തോളം നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ സാധ്യതകളൊന്നും തരുന്നില്ല അല്ലേ. ആളുകൾ പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള റെസ്റ്റോറന്റ് ആണെന്നുള്ളത് മനസ്സിലാക്കും.
ഇല്ലേ? ഇതേപോലെ മറ്റുള്ള റെസ്റ്റോറൻറ്റുകളും അവരുടെ റെസ്റ്റോറൻ്റ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സൈൻ ബോർഡുകൾ വെച്ചിട്ടുണ്ടാവും. ഒരു ഡിഫറൻസിയേഷൻ ഒന്നും ഉണ്ടാവില്ല, ഇല്ലേ? എന്നാൽ ഈ സൈൻ ബോർഡുകൾ നമുക്ക് 50% കസ്റ്റമർ വാക്കിൻ തരുന്നുണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. ഇന്റർനാഷണൽ സൈൻ അസോസിയേഷൻ തന്നെ പറയുന്നത് 50% നിങ്ങളുടെ റവന്യൂ നിയന്ത്രിക്കപ്പെടുന്നത് സൈനേജുകളാണ് എന്നുള്ളതാണ്. അപ്പൊ സൈനേജുകൾക്ക് പല രീതിയിലുള്ള സൈനേജുകൾ വരുന്നുണ്ട്, അല്ലേ? സൈനേജുകളിൽ എന്തൊക്കെ വരും? നമ്മുടെ സൈൻ ബോർഡ് വരും, നമ്മൾ വെക്കുന്ന വലിയ ബിൽ ബോർഡുകൾ അഥവാ ഹോർഡിങ്ങുകൾ വരും, ചെറിയ ചെറിയ ബോർഡുകൾ ഉണ്ട് നമ്മൾ വെക്കുന്ന, അല്ലേ? നമ്മളെ പിന്നെ എക്കോസോൾവെന്റ് പോലെയുള്ള പ്രിന്റർ ഒക്കെ ചെയ്തിട്ട് നമ്മൾ പിന്നെ ചെയ്യുന്ന ചെറിയ ചെറിയ സൈൻ ബോർഡുകൾ നമ്മൾ വെക്കാറുണ്ട്, അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള ബോർഡുകളെല്ലാം സൈനേജുകളിൽ വരുന്ന, അതേപോലെ ഡിജിറ്റൽ ഡിസ്പ്ലേ ബോർഡുകൾ നമുക്കറിയാം. പിന്നെ ലെറ്റേഴ്സ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന ബോർഡുകളുണ്ട്. അതേപോലെ പിന്നെ വീഡിയോ രൂപത്തിൽ നമുക്ക് ഇമേജുകളും വീഡിയോസുകളും കാണാൻ കഴിയുന്ന രൂപത്തിലുള്ള ബോർഡുകളുണ്ട്, ഡിജിറ്റൽ ബോർഡുകൾ. ഇതൊക്കെ സൈനേജുകളുടെ ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള സൈനേജുകൾ എങ്ങനെയാണ് നമ്മൾ നമ്മളുടെ ബിസിനസ്സിൽ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം ഒരു സൈനേജ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സെയിൽസ് പേഴ്സണിന്റെ ജോലി ആ സൈനേജ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു സൈനേജ് നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്ട്രാറ്റജിക്കലി പിന്നെ അതിന്റെ ഇംപ്ലിമെന്റ് ചെയ്ത പൊസിഷനിങ്ങിലും ഡിസൈനിങ്ങിലും അതിന്റെ മെസ്സേജിങ്ങിലും ഇംപ്ലിമെന്റ് ചെയ്ത ഒരു സൈനേജ് എന്ന് പറയുന്നത് ഒരു സെയിൽസ് പേഴ്സന്റെ എല്ലാ വിധത്തിലുള്ള ജോലികളും അത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഇത് പിന്നെ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ഒരു സെയിൽസ് പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാറുള്ളത്. നമ്മുടെ ബിസിനസ്സിലേക്ക് റവന്യൂ കൊണ്ടുവരിക എന്നുള്ള ഒരു ജോലിയാണ് ഒരു സെയിൽസ് പേഴ്സൺ ചെയ്യാറുള്ളത്, അല്ലെ? അപ്പൊ ഈ സൈനേജുകൾ നമ്മുടെ ബിസിനസ്സിലേക്ക് റവന്യൂ കൊണ്ടുവരിക എന്നുള്ള ഒരു ജോലി അവിടെ ചെയ്യുന്നുണ്ട്. അതിനെന്താണ് ചെയ്യുന്നത്? അറ്റൻഷൻ കൊണ്ടുവരിക. പോകുന്ന ആളുകളെ, വാക്ക് ഇൻ കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യുക? ഇത് ഈ സൈനേജ് കാണുന്ന സമയത്ത് അവിടെ നിൽക്കാനും അതൊന്ന് പിന്നെ അതിൽ നിന്ന് ഉള്ള ഒരു ഹുക്ക് പോയിന്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബിസിനസ്സിലേക്ക് അവരെ കൊണ്ടുവരാനുള്ള ഒരു ജോലി ആ ഒരു സൈനേജ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ആരെങ്കിലും ഇത്തരത്തിൽ നമ്മുടെ സൈനേജുകളെ കണ്ടിട്ടുണ്ടോ? ഇതാണ് ചോദ്യം. നമ്മുടെ ബിസിനസ്സുകളിൽ ഭൂരിഭാഗം ബിസിനസ്സുകളിലും നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സൈൻ ബോർഡാണ്, ഇല്ലേ? ഇത് സൈനേജ് തന്നെയാണ്, സൈൻ ബോർഡ്. ഈ സൈൻ ബോർഡ് നമ്മൾ മെയിൻലി ഞാൻ പറഞ്ഞ രൂപത്തിൽ എന്താണ് നമ്മൾ അതിന്റെ ഒരു റിസൾട്ട് നമ്മൾ എന്താ കാണുന്നത്? എന്റെ ബിസിനസ് എന്താണ് എന്നുള്ളത് ആളുകളൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം റെസ്റ്റോറന്റ് ആണോ, കഫേ ആണോ, ബേക്കറി ആണോ, എന്താണ് നമ്മുടെ ബിസിനസ് എന്നുള്ളത് നമ്മുടെ പ്രേക്ഷകൻ ഒന്ന് മനസ്സിലാക്കുക, അഥവാ കടന്നു പോകുന്ന ആളുകൾ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ അതിൽ നടക്കുന്നുള്ളൂ. അവരെ അട്രാക്ട് ചെയ്ത് നമ്മുടെ ബിസിനസ്സിനുള്ളിൽ കൊണ്ടുവന്ന് അവരിൽ നിന്ന് പണം നമ്മുടെ ബിസിനസ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ജോലി ചെയ്യുന്ന ഒരു സൈനേജ് ആയിട്ട് വേണം നമ്മുടെ സൈനേജുകൾ ഉപയോഗിക്കാൻ. ഇതിന് നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. കാരണം ഇത്തരത്തിൽ സൈനേജുകൾ നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ ബിസിനസ്സിലേക്ക് ആളുകളെ അട്രാക്ട് ചെയ്യപ്പെടണം, അല്ലേ? കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു സൈനേജ് വെച്ച് കഴിഞ്ഞാൽ ആ സൈനേജ് ഉപയോഗിച്ച് 50% വാക്കിങ്സ് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന രൂപത്തിൽ ആ സൈനേജ് പിന്നെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സൈനേജ് ആക്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 50% ബിസിനസ്, ബാക്കിയുള്ള 50% ബിസിനസ്സുകൾക്ക് വേണ്ടി നിങ്ങൾ സോഷ്യൽ മീഡിയയും നിങ്ങളുടെ മറ്റുള്ള ആക്ടിവിറ്റികളും നിങ്ങൾ ഉപയോഗിച്ചാൽ മതി.